ഒന്നാം ഉത്സവ ദിനമായ തൃക്കുടിയേറ്റ് മഹോത്സവത്തോട് അനുബന്ധിച്ച് ഇന്നത്തെ ഉത്സവ പൂജ വഴിപാടായി സമർപ്പിക്കുന്നത് ലീലാമ വിജയൻ ചക്കാലയിൽ പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനാരായണപുരം ആദിത്യ വിഷ്ണു ക്ഷേത്രത്തിലാണ്, മീനടത്താണ്. അപ്പോൾ ഇന്ന് ഈ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള തൃക്കൊടിയേറ്റ് നടക്കുകയാണ്. തൃക്കൊടിയേറ്റിനെ തുടർന്ന് വൈകിട്ട് 7 മണിക്ക് കല്യാൺ സൂപ്പർ ബീറ്റ്സിന്റെ അടിപൊളി ഗാനമേളയും നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരെയും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ക്ഷണിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകളൊന്ന് കാണാം. ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ളനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും അരുളാൽ വരുമിമ്പമൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവിയെന്നുരുവിട്ടിടുകയീ നവാക്ഷരീ പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാബ്ധിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോയി അനുകമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ. നമ്മുടെ ഇന്ന് തൃക്കൊടിയേറ്റ് നടക്കുകയാണല്ലോ. അപ്പോൾ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഇന്ന് 7:15 7:45 നമ്മുടെ ക്ഷേത്രത്തിന്റെ തന്ത്രികൾ കണ്ടമംഗലം DK ചന്ദ്രദാസ് തന്ത്രികളെ അവരുടെ നേതൃത്വത്തിൽ അവരുടെ മുഖ്യ സഹകർമ്മികരായിട്ട് കണ്ടമംഗലം പരമ്പരാഗത ശാന്തികളും അജയകുമാർ ശാന്തികളും കൂടി കൊടിയേറ്റ് നടത്തുന്നത്. അതിനുശേഷമാണ് നമ്മളിവിടെ ഈ 7:30 ഇവിടെ ആലപ്പുഴക്കാരുടെ ബീഡ്സിന്റെ ഗാനമേള. അത് ഇന്നത്തെ പിന്നെ ആകാശവിസ്മയം അതോട് കൊടിയേറ്റിന്റെ പരിപാടികൾ കഴിയും. അത് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് നമ്മുടെ ഈ പിന്നെ ശ്രീനാരായണ കൺവെൻഷൻ തുടങ്ങുവാണ്. 3 ദിവസത്തെ പരിപാടിയാണ്. ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠാവാർഷികമാണ് മറ്റന്നാളെ 31-ാം തീയതി. ഇത് രണ്ടും ശ്രീനാരായണ കൺവെൻഷൻ കൂടി ഒരു ദിവസമാണ്. 3 ദിവസമാണ് ശ്രീനാരായണ കൺവെൻഷൻ. ആദ്യത്തെ ദിവസം ഉത്തരജ സാനിയ എന്ന 2 കുട്ടികളാണ് ഇവിടെ പ്രഭാഷണം നടത്തുന്നത്. 3-ാമത്തെ ദിവസം വിനോദ് വൈക്കം എന്ന പ്രഭാഷകനാണ്. അങ്ങനെ 3 ദിവസം അത് നമ്മൾ ഉണ്ടാക്കുന്നു. പിന്നെ 4-ാം ദിവസം പിന്നെ ഉദ്ഘാടന സാംസ്കാരിക സമ്മേളനവും അത് ചാണ്ടി ഉമ്മൻ MLA ആണ് നിർവഹിക്കുന്നത്. പിന്നെ അവിടെ നമ്മുടെ മെമ്പർമാരായിട്ട് ഈ വാർഡിലെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്ത് മെമ്പർ, പിന്നെ ഈ നമ്മുടെ ശാഖാംഗമായ പഞ്ചായത്ത് മെമ്പർ US കറിയായെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശാഖയിലെ അംഗമായ 3-ാം വാർഡിൽ നിന്നിച്ച സന്ധ്യ ഷിലുവിനെ ചടങ്ങ് വെച്ച് ആദരിക്കുന്നു. പിന്നെ 2 കുട്ടികളെ LLB ഈ ശാഖയിൽ ആദ്യമായിട്ട് LLB കിട്ടിയ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് പിന്നെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PhD പാസ്സായ പിന്നെ സുധീർ കുമാർ നമ്മുടെ ശാഖാംഗമാണ്. ചടങ്ങ് വെച്ച് ആദരിക്കുന്നുണ്ട്. ഈ അഡ്വക്കേറ്റ് അഖിലാതങ്കപ്പൻ ചക്കാലയിൽ നിന്നാലും നമ്മുടെ ശാഖാംഗമാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് എൻറോൾ ചെയ്ത് ഹൈക്കോടതി വെച്ച്. കുട്ടി നമ്മുടെ ഇപ്പം നിലവിലെ ഇവിടുത്തെ ഉത്സവ കമ്മിറ്റി അംഗമാണ്. ആ കുട്ടിയെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. പിന്നെ തുടർന്ന് 2 ദിവസം ക്ഷേത്ര ചടങ്ങുകൾ 5-ാം തീയതിയാണ് നമ്മുടെ പള്ളിവേട്ട. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠാവാർഷികവും പള്ളിവേട്ടയും കൂടി 5-ാം തീയതി ഏഴാം ഉത്സവത്തിനാണ് പിന്നെ പള്ളിവേട്ട. പിന്നെ ഗുരുദേവന്റെ ഫെബ്രുവരി 5-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് അന്ന് പിന്നെ ഇവിടെ പള്ളിവേട്ടയ്ക്ക് ശേഷം
പിന്നെ മറ്റന്നാളാണ് നമ്മുടെ ആറാട്ട്, തിരുവാറാട്ട്. ആട്ടുകുളത്തി ആറാടിക്കഴിഞ്ഞ് ഇവിടുന്ന് മീനടത്തെ മർത്തിക്കവലയിൽ നിന്ന് ആരംഭിച്ച് തൈടി പാവടക്ക് മാളികപ്പടി വഴി ആശുപത്രി കവല വഴി ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയൊക്കെ ആറാട്ട് വഴിവെപ്പ് സമിതി വിവിധ സാംസ്കാരിക സംഘടനകളുടെയും മറ്റ് ജാതി മത വർഗ എണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ആറാട്ട് പരിപാടി ക്ഷേത്രസന്നിധിയിൽ വരും. പിന്നെ ആറാട്ട് കടന്നു പോരുന്ന രണ്ട് സൈഡിലുള്ളവർക്ക് വറവയ്ക്കാനുള്ള സൗകര്യവും അതോടൊപ്പം തന്നെ ആറാട്ട് വരവേൽപ്പ് സമിതിയുടെ ആഭിമുഖ്യത്തിലെ വിവിധങ്ങളാകുന്ന കലാരൂപങ്ങളും കലാപരിപാടികളും ഒക്കെ ഈ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഈ ആറാട്ടിൻ്റെ പിന്നെ ഭംഗിയാക്കുവാൻ വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും വളരെ പിന്നെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് മീനടത്തിൻ്റെ ഉത്സവ പരിപാടികൾ ഈ വർഷം നമ്മൾ കൊണ്ടാടുന്നത്.